ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളിൽ നിങ്ങൾ മുന്തിരി വള്ളികൾ നട്ടുപിടിപ്പിക്കണം. മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും എനിക്ക് മദ്യത്തിന്റെ മധു ആസ്വദിക്കാനാണെന്ന് വസീയത്ത് എഴുതി വെച്ച അത്രമേൽ മദ്യത്തെ പ്രണയിച്ച ഒരു ജനതയിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ട് എന്തുണ്ടായി? മുത്തറസൂൽ തന്റെ ജീവിതം അവരിലേക്ക് സമർപ്പിക്കുകയാണ്. ധർമ്മവും കരുണയും ക്ഷമയും സത്യസന്ധതയും ഒക്കെ സമ്മേളിച്ച ആ ജീവിതം അവരിലേക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ അധർമ്മം മാത്രം പ്രവർത്തിച്ച അവരുടെ മനസ്സകങ്ങളിൽ ധർമ്മത്തിന്റെ വെട്ടം അത് കത്തിയെന്ന് കണ്ട് മനസ്സിലാക്കിയ മുത്തറസൂൽ ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തെ അവരിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ഹിജാസിന്റെ മണൽ പരപ്പിൽ അവർ വിൽക്കാൻ വേണ്ടിയിട്ടും കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കൂട്ടിയ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് മദ്യപ്പുഴ ഒഴുക്കുമ്പോൾ അവർ പോലും നനച്ചു കാണില്ല അവരതിൽ നിന്ന് മോചിതരാകും. ഞാനിതിപ്പോ പറയാനുള്ള കാരണം, നിരക്ഷരരായിട്ടുള്ള വെറും അധർമ്മം മാത്രം പ്രവർത്തിച്ച് ശീലമുള്ള ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ മുത്തറസൂലിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷരതയും പ്രബുദ്ധതയൊക്കെ അവകാശപ്പെടുന്ന നമ്മൾ കേരളീയർക്ക് മദ്യനിരോധനം സാധ്യമല്ല. ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരിക. സാധ്യമാണ് എന്നാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും.